നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ശബരിമല സ്വർണ്ണപ്പാളി മോഷണം നടന്ന വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും ദേവസ്വം പ്രസിഡന്റിന്റെയും രാജി ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുൻവശത്തു നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സോണിയാഗിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CS അബ്ദുൽ ഹഖ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത്, മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ ജോസഫ് ചാക്കോ, വിജയൻ എളയടത്ത്, MR ഷാജു, അസറുദ്ദീൻ കളക്കാട്, നിമ്യ ഷിജു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AC സുരേഷ് സ്വാഗതവും തോമസ് കോട്ടോളി നന്ദിയും പറഞ്ഞു. ക്ഷേത്രത്തിന്റെ പരിധിക്കുള്ളിൽ മാത്രം നടത്തുക എന്നുള്ള നിർദ്ദേശം കൃത്യമായിട്ടുണ്ടായിട്ടും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ, അത് പാലിക്കാതെ നിയമവിരുദ്ധമായിട്ടാണ് ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നു എന്ന പേരിൽ ചെന്നൈയിലേക്ക് കടത്തിവിട്ടിട്ടുള്ളത്. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന കാര്യം ഇത്രയും കൃത്യമായി പരിപാലിക്കേണ്ട, ശ്രദ്ധയോടെ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷനായ മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ ചിറയോരം ടൂറിസത്തിന്റെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമാവുന്നു. 2026 മാർച്ചിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന 3ാം ഘട്ടത്തിൽ കുട്ടികളുടെ പാർക്കും ബോട്ടിംഗുമാണ് ഉണ്ടാവുക. ബോട്ടിംഗ് ആരംഭിക്കുന്നതിന്റെ പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ നിർദ്ദേശാനുസരണം തൃശൂർ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഇടപെടലിൽ പൂമല ഡാമിൽ നിന്നും 2 ബോട്ടുകൾ പുല്ലൂർ പൊതുമ്പുചിറയിൽ എത്തിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ ബോട്ടിംഗ് നടത്തി. ഏറ്റവും വെള്ളം കുറഞ്ഞ അവസ്ഥയിലും ബോട്ടിംഗ് നടത്തി പരീക്ഷണ പരിശോധനകൾക്ക് വിജയകരമായി പൂർത്തീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോട്ടിംഗ് ആരംഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു. 1-2 മാസത്തിനുള്ളിൽ ബോട്ടിംഗ് ആരംഭിക്കുവാൻ കഴിയുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദുവിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ചിൽഡ്രൻസ് പാർക്ക് ഉടൻ ആരംഭിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പിള്ളി പറഞ്ഞു. മുരിയാട് പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം ഡെസ്റ്റിനേഷൻ പുല്ലൂർ പൊതുമ്പുചിറയോരം ടൂറിസം പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ ടൂറിസം പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ചിറയിൽ എങ്ങനെ ബോട്ടിംഗ് ആരംഭിക്കാൻ കഴിയും എന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഒരു ട്രയൽ റൺ നടത്തുകയുണ്ടായി. നമ്മുടെ തൃശ്ശൂർ കളക്ടർ ഇടപെട്ടുകൊണ്ട് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ സഹായത്തോടുകൂടി പൂമല ഡാമിൽ പ്രവർത്തിക്കുന്ന ടൂർ ഓപ്പറേറ്റേഴ്സ് അവരുടെ ബോട്ട് ഇന്നിവിടെ കൊണ്ടുവരികയും ഞങ്ങളതിലെ ചിറയുടെ എല്ലാ ഭാഗത്തും ട്രയൽ റണ്ണായി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു സഞ്ചാരം നടത്തുകയുണ്ടായി. വലിയ വിജയകരമായ അനുഭവവും സന്തോഷകരവുമായ അനുഭവമായിരുന്നു. അധികം വൈകാതെ തന്നെ 1-2 മാസത്തിനുള്ളിൽ തന്നെ ഈ ചിറയോരത്ത് വരുന്ന സന്ദർശകർക്ക്, ടൂറിസ്റ്റുകൾക്ക് ബോട്ടിങ്ങിൻ്റെ നവ്യാനുഭവം കൂടി സമ്മാനിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇരിങ്ങാലക്കുട നാദോപാസനയുടെ 34ാം വാർഷികാഘോഷവും നവരാത്രി സംഗീതോത്സവവും ആമന്നൂർ ഗുരുകുലത്തിൽ സംഗീത സംവിധായകൻ പാലക്കാട് KL ശ്രീറാം, സംഗീതജ്ഞ ഡോക്ടർ G. ബേബി ശ്രീറാം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. നാദോപാസന രക്ഷാധികാരി ഡോക്ടർ CK രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കഥകളി ആചാര്യൻ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി മുഖ്യാതിഥിയായിരുന്നു. നാദോപാസന പ്രസിഡന്റ് സോണിയാഗിരി ആമുഖ പ്രഭാഷണം നടത്തി. മുനിസിപ്പൽ കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ,
വരവീണ സ്കൂൾ ഓഫ് മ്യൂസിക് ഡയറക്ടർ ശ്രീവിദ്യ വർമ്മ എന്നിവർ ആശംസകൾ നേർന്നു. നാദോപാസന ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കുമാർ സ്വാഗതവും നിർവാഹക സമിതി അംഗം ആർ ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് ചെന്നൈ ഭരത് നാരായണന്റെ കർണാടക സംഗീത കച്ചേരി അരങ്ങേറി. സാഹചര്യങ്ങളിൽ സംഗീതത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വരും തലമുറയ്ക്ക് നമ്മുടെ സംഗീതത്തിൻ്റെ മഹത്വം ഊട്ടിക്കൊടുത്ത് അവരെ പ്രഗത്ഭരാക്കാനുള്ള സംവിധാനം വളരെ ഗംഭീരമായി തന്നെ ഇവിടെ നടക്കുന്നുവെന്ന് അറിയുന്നതിൽ ചെറിയ ചെറിയ സഭകളിലൂടെ തന്നെയാണ് നമ്മുടെ കർണാടക സംഗീതം വളർന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള സത്സംഗങ്ങളാണ് ഇതുവരെയും കർണാടക സംഗീതത്തെ വളർത്തി വലുതാക്കിയിരിക്കുന്നത്. നമ്മളുടെ സംഗീതത്തിനും ഇതുപോലൊരു ചെറിയ സദസ്സ് തന്നെയാണ് നമുക്ക് ആവശ്യം. ഇതിന് മുകളിലേക്ക് പോയാൽ ആ സംഗീതത്തിൻ്റെ കളറങ്ങൾ മാറും. സോ അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. മാത്രമല്ല ഇന്ന് ഈ സദസ്സ് സദനം മാഷാൻ്റെ ഒരു പ്രസൻസിൽ വളരെയധികം ശോഭിക്കുന്നു. ഞങ്ങൾക്കൊക്കെ ഏറ്റവും ബഹുമാന്യനായ വ്യക്തിത്വമാണ് ഈ ഒരു സ്റ്റേജിൽ. നമ്മുടെ നാട്ടിൽ, അതായത് ചെറിയ ഒരു നാടാണ്, അവിടെ ഒരു 34 കൊല്ലം കൊണ്ട് ഒരു സഭ നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്ന് മദ്രാസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ആസ്വാദകർ ജാസ്തിയാണുള്ളത്. ഇന്ന് ഞങ്ങൾ മദ്രാസിൽ പല സഭകളിലും കച്ചേരി ചെയ്യുമ്പോൾ 5 പേര് 6 പേരൊക്കെയാണ് ഞങ്ങളുടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നത്. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ഓരോ കച്ചേരിയും കഴിഞ്ഞ് വരുന്നത്. പക്ഷെ വളരെ വ്യസനപൂർവ്വമായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ അവിടെ പാടിയാലേ ഇവിടെ അംഗീകാരം ഉള്ളൂ എന്നുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഞങ്ങളൊക്കെ മദ്രാസിൽ എത്തിപ്പറ്റിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സംഗീതം എന്നും ഇവിടെ വളരെ അധികം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇരിങ്ങാലക്കുട ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം. ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ്. 581 പോയിന്റോടെയാണ് ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത്. 548 പോയിന്റോടെ ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ 2ഉം 506 പോയിന്റോടെ ആനന്ദപുരം ശ്രീകൃഷ്ണ ഹൈസ്കൂളുമാണ് 3ാം സ്ഥാനത്ത്. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ടി.എ. അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല അജയ് ഘോഷ് സമ്മാനദാനം നിർവഹിച്ചു. കൽപ്പറമ്പ് BVMHS മാനേജർ ഫാദർ പോളി കണ്ണൂക്കാടൻ, GUPS വടക്കങ്കര ഹെഡ്മിസ്ട്രസ് PS ഷിനി, ജെൻസി AJ, സിസ്റ്റർ സിൻസി, PTA ഭാരവാഹികളായ മേരി, കവിത, ഡേവിസ് KK എന്നിവർ ആശംസകൾ നേർന്നു. ജനറൽ കൺവീനർ ബിജു ആന്റണി സ്വാഗതവും വർഷ RV നന്ദിയും പറഞ്ഞു. DYFA ഇരിങ്ങാലക്കുട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെഗുവേര രക്തസാക്ഷിത്വ ദിനത്തിൽ സംഘടിപ്പിച്ച സാമ്രാജ്യത്വ വിരുദ്ധ സംഗമം DYFA ജില്ലാ പ്രസിഡന്റ് RL ശ്രീലാൽ ഉദ്ഘാടനം ചെയ്തു. DYFA ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ശരത് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം IV സജിത്, ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് PD ദീപക്, വിൻസി ജോജി എന്നിവർ പ്രസംഗിച്ചു. ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി അഖിൽ ലക്ഷ്മണൻ സ്വാഗതവും ബ്ലോക്ക് ട്രഷറർ KD യദു നന്ദിയും പറഞ്ഞു. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ രാജീവ് കൊച്ചുപറമ്പിലിന്റെ നേതൃത്വത്തിൽ നീതി ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് ഒക്ടോബർ 18 ശനിയാഴ്ച രാവിലെ 9 ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. അവകാശ സംരക്ഷണ യാത്രയുടെ സ്വാഗത സംഘം രൂപീകരണ യോഗം കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. രൂപത ചെയർമാൻ ഡേവിസ് ഊക്കൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ രൂപത ഡയറക്ടർ ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ, രൂപത ജനറൽ സെക്രട്ടറി ഡേവിസ് തുളുവത്ത്, ട്രഷറർ ആന്റണി L. തൊമാന, ഗ്ലോബൽ സെക്രട്ടറി പത്രോസ് വടക്കുംചേരി, ജനറൽ കൺവീനർ ടെൽസൺ കോട്ടോളി, ജോയിന്റ് കൺവീനർമാരായ ജോസഫ് തെക്കൂടൻ, സാബു കൂനൻ, വിൽസൺ മേറ്റേരി, കത്തീഡ്രൽ ട്രസ്റ്റിമാരായ PT ജോർജ്, തോമസ് തൊഗലത്ത് എന്നിവർ പ്രസംഗിച്ചു.
വീടിന്റെ പാരപ്പറ്റിൽ ഇലക്ട്രിക് വർക്കുകൾ നടത്തുന്നതിനിടയിൽ കാൽ വഴുതി വീണ് തലയ്ക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരണമടഞ്ഞു. എടക്കുളം ഊക്കൻ പുന്നാമ്പറമ്പിൽ ഡൊമിനി മകൻ സിനോയാണ് മരണമടഞ്ഞത്. 38 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 എടക്കുളം സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടക്കും. ബുധനാഴ്ചയായിരുന്നു അപകടം. ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വ്യാഴാഴ്ച രാത്രിയോടെ മരണമടയുകയായിരുന്നു. എൽസി അമ്മയും സിമി, സിൻഡോ എന്നിവർ സഹോദരങ്ങളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.